കുഴഞ്ഞു ബോധമില്ലാതെ വീണ ആളെ രക്ഷിക്കുന്നതിനിടയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ? ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ബോധമില്ലാതെ വീണുപോയ ആളുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇത് നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റാണ്. കാരണം ഇങ്ങനെ വെള്ളം കൊടുക്കുന്നതിലൂടെ വെള്ളം അവരുടെ എയർവേയിലേക്ക് ഇറങ്ങി അവരുടെ ശ്വാസകോശം ബ്ലോക്ക് ആകുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഇത് ഒരിക്കലും ചെയ്യരുത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും പേഷ്യന്റിന്റെ മുഖത്ത് അടിക്കുകയോ അതുപോലെ മുഖത്ത് വെള്ളം കൊടുക്കുകയോ ചെയ്യരുത്. ഇതിന് പകരം നമ്മൾ പെട്ടെന്ന് തന്നെ അവരുടെ പൾസ് ചെക്ക് ചെയ്യുകയും അതുപോലെ സ്വന്തമായിട്ട് അവർ ശ്വാസം എടുക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. പിന്നെ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ബോധരഹിതയായി വീണ ആളുടെ തല പില്ലോയോ മറ്റോ ഉപയോഗിച്ച് പൊക്കി വെക്കരുത്. നമ്മൾ സാധാരണയായിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് ഇതുപോലെ ബോധമില്ലാതെ വീണ് അവരെ മടിയിലേക്ക് കിടത്തുന്നത്. ഇതൊരിക്കലും ചെയ്യരുത്. ഇതും അവരുടെ എയർവേ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യത കൂട്ടും. ഇനി ബോധമില്ലാതെ വീണ പേഷ്യന്റ് സ്വന്തമായി ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ അവരെ സൈഡിലേക്ക് ചരിച്ചാണ് കിടത്തേണ്ടത്. ഇനി നാലാമതായി മനസ്സിലാക്കേണ്ട കാര്യം, പെട്ടെന്നെങ്ങാനും പേഷ്യന്റ് കോൺഷ്യസ് ആയാൽ അവർക്ക് നിർബന്ധിച്ച് വെള്ളം കൊടുക്കരുത്. ഇനി പേഷ്യന്റ് ബോധം വന്ന് സ്റ്റേബിൾ ആണെങ്കിൽ പതിയെ അവർക്ക് കുറച്ച് വെള്ളം കൊടുത്ത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ ബോധമില്ലാത്ത ആളുകളെ രക്ഷിക്കുന്നതിനിടയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. I hope this video is informative. Thank you for watching.